എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറന്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിലുള്ള ബസ്മതി റൈസ് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. 1 കപ്പ് റൈസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 തവണ തന്നെ നമുക്ക് നന്നായിട്ട് അരി ഒന്ന് കഴുകിയിട്ടെടുക്കണം. അരി നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഏറെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു അരി നമുക്കൊരു 25 to 30 മിനിറ്റ് വരെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. മാക്സിമം ഒരു 30 മിനിറ്റ് നമ്മൾ വെക്കാവുള്ളൂ, അത് കൂടുതൽ അരി കുതിരാൻ വെക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതൊരു 1/4 കപ്പ് അളവിൽ ബീൻസ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് ഈ ഒരു വലുപ്പത്തിന്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തതും 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ആണ്. ഇതൊരു 3-4 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമ്മൾ ഇതുപോലെ ഈ ഒരു സ്പ്രിംഗ് ഓനിയൻ കുറച്ച് ഗ്രീൻ എടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് പാർട്ടും കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ആവശ്യമാണ്. ഇതൊരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ തിരി ചെറിയതായിട്ട് കട്ട് ചെയ്തതും ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുത്ത ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കും ആണിത്. അപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി കൊടുക്കാം. ഇനി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 8 കപ്പോളം വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചത് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ ചോറിൽ ഒരു കറക്റ്റ് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞിട്ടെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു നാരങ്ങ നീരും കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 30 മിനിറ്റോളം കുതിർത്തിയെടുത്ത അരിയാണ്. അരിയുടെ ഒരു വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് ഒരു വെള്ളമൊക്കെ തുറന്നതിന് ശേഷം നമുക്ക് തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ അരി വേവിക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കണം, പെട്ടെന്ന് തന്നെ ഇത് അരി അങ്ങ് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടി നമ്മൾ അരി വേവിക്കുമ്പോൾ ഒരു 80% മാത്രമേ അരി വേവാവുള്ളൂ. ഒരുപാടങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് അതങ്ങ് കുഴഞ്ഞങ്ങ് പോവും. അപ്പോൾ ഒരു 75 to 80% മാത്രം നമ്മൾ അരി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഒരുപാട് വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അരി ഇട്ടിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന ഒരു സമയം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ നാക്കി കൊടുത്താൽ മതി. ഒരു 2-3 തിള വരുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു 80% തന്നെ അരി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അരി നമുക്ക് ഒരു കറക്റ്റ് പാകത്തിനൊന്ന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 80% വേവാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി ഒരു വെള്ളം കളഞ്ഞിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലൊരു അരിപ്പത്തവി കൊണ്ട് കോരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഒരു വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഊറ്റി ഒരു ചോറിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അടികട്ടിയുള്ള ഇതുപോലൊരു ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ അലുമിനിയത്തിൻ്റെ ഏത് പാത്രം എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചട്ടി ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ചൊന്ന് ചിക്കിയിട്ടെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പ് അരിക്ക് ഒരു മീഡിയം വലിപ്പമുള്ളൊരു 3 മുട്ടയുടെ ആവശ്യമുള്ളൂ. ചെറിയ മുട്ടയാണെങ്കിൽ നമ്മളൊരു 4 വരെ എടുക്കണം. അപ്പോൾ എണ്ണ ഇതുപോലെ ചൂടായതിനു ശേഷം നമുക്കൊരു 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ മുട്ട ചിക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചിക്കിയിട്ടെടുക്കുക. മുട്ട നമ്മൾ ഇതുപോലെ ചിക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് തീരെ പൊടിയായി പോകാതെ കുറച്ച് വലുപ്പത്തിൽ കിടക്കണമെങ്കിൽ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ മുട്ട ചിക്കിയിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ട നല്ല പോലെ തന്നെ ഞാനൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.
റെസ്റ്റോറൻറ്റിലൊക്കെ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. എല്ലാവരും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ആ ഒരു വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ ചോറിട്ട് കൊടുത്തിട്ടാണെങ്കിലും എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളൊരു കടയിലെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു വൈറ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇതുപോലെ ഒരു ക്യാബേജും ക്യാപ്സിക്കും ആ ഒരു ബീൻസ് പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ആദ്യം ഇതുപോലെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിലേക്ക് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നതാണ്. അതിൽ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറികളൊന്നും ഒരുപാടങ്ങ് വെന്ത് പോകരുത്. നമുക്ക് അവർ കടിക്കുന്ന ഒരു പരുവത്തിന് തന്നെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഒരു വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വാട്ടിയിട്ടെടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഒരു പകുതിയോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഞാൻ ഇതുപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ലൈറ്റ് സോയാ സോസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ആണെങ്കിൽ നമ്മളൊരു 1.25 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തന്നെ നമ്മൾ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരിയാണിത്. അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരുന്ന ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചോറും മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെജിറ്റബിൾസിനകത്തൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നല്ലപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ബലത്തിലങ്ങ് കുത്തി അങ്ങ് നമ്മൾ ഇളക്കി കൊടുക്കരുത്. ആ ഒരു അരി അങ്ങ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തതാണ്. ഇതൊരു 1/4 കപ്പോളം ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കുക. ഇതുപോലെ ഒരു സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെടുത്തിരിക്കുന്ന 1 കപ്പിൻ്റെ അളവിന് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി കറക്റ്റാണ്. അപ്പോൾ ചിലവർക്ക് ഒരുപാട് എരിവ് വേണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ഒരു എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. എങ്കിലും അവർ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. തണുത്താൽ അത്ര ഒരു ഇതുണ്ടാവില്ല. അഥവാ കുറച്ച് സമയം ഇരുന്ന് തണുത്താലോ ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കനോ ഗോബി മഞ്ചൂരിയനോ അല്ലെങ്കിൽ ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായി. ഗാർലിക് ചിക്കൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കറി ഒന്നും തന്നെ ഇല്ലെങ്കിലും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് അച്ചാറും തൈരും കൂടെ ഉണ്ടെങ്കിലും കഴിക്കാൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെയിമിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുവരെയായിട്ട് എഗ് ഫ്രൈഡ് റൈസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.